പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ ധ്യാനിപ്പാൻ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കർത്താവ് നമുക്ക് ഒരവസരം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവഭയത്തിൽ കൂടെ ആ ദിവസം നാം ചെലവഴിക്കുമ്പോൾ നമുക്കെന്തോ ഒരു പരിരക്ഷ നമുക്ക് ചുറ്റുമുള്ളതുപോലെ തോന്നും. നമ്മുടെ ചുറ്റും എന്തോ ഒരു സൂക്ഷിപ്പുണ്ട്, നമുക്കൊരു കാവലുണ്ട്. നമുക്ക് തെറ്റേത്, ശരിയേത്, നന്മയേത്, തിന്മയേതെന്നൊക്കെ പറഞ്ഞു തരുവാൻ ഒരാൾ നമ്മോടൊപ്പം നടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായ ഒരു ദാനമാണത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനത്തിനായി സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ ശലോമോൻ എഴുതുകയാണ്: പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ്, ദൈവം തരുന്നതായ ഒരു വാഗ്ദത്തമാണ്. നോക്കൂ, നിൻ്റെ ജീവിതത്തിൽ നീ പലപ്പോഴും ദുഷ്ടന്മാരെ കാണുമ്പോൾ, പാപികളെ കാണുമ്പോൾ, അവർ ഐശ്വര്യമായിരിക്കുന്നത് എന്ത്, അവർക്ക് നന്മയുണ്ടാകുന്നത് എന്ത്, അവർ ദീർഘായുസ്സോടെ ഇരിക്കുന്നത് എന്ത്, അവർ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നത് എന്ത്, അവരുടെ സന്തതി ലോകത്തിൽ ഉയരപ്പെടുന്നത് എങ്ങനെ, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയ ചോദ്യചിഹ്നങ്ങളുണ്ടാകും. നമ്മൾ ദൈവത്തെ ആരാധിച്ചിട്ടും ദൈവത്തെ ഭയപ്പെട്ടിട്ടും നമുക്കൊന്നും അത് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതായ ഒരു നിരാശ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ശലോമോൻ പറയാണ്, ഒരു പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും അവൻ ദീർഘായുസ്സോടെ ഇരിക്കുന്നു. അതൊക്കെ സത്യമാണെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന് നന്മ വരും എന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകും, ഈ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. നന്മ എന്ന വാക്കുകൊണ്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ളത് ഭൗമികമായ നന്മയോ ഐശ്വര്യമോ ഉയർച്ചയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും നന്മകളോ ലാഭക്കച്ചവടമോ നല്ല ലാഭത്തിലൂടിക്കാവുന്ന ബിസിനസ്സോ ഇതൊന്നുമല്ല ദൈവത്തിൽ നിന്ന് നമുക്കായി ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. നന്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ജീവിതത്തോടും ലോകത്തോടുമുള്ളതായ ഒരു കാഴ്ചപ്പാടാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ചിന്തയെയും അത് രൂപപ്പെടുത്തുന്നതാണ്. ഒരു വാക്കോ ഒരു പ്രവൃത്തി മാത്രമല്ല ഈ നന്മ എന്ന് പറയുന്നത്. ആ നന്മയ്ക്ക് ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വഭാവത്തോടൊപ്പം അനുരൂപപ്പെടുത്തുവാൻ കഴിയും. നന്മ 2 തലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന നല്ല സ്വഭാവങ്ങളാണ്. 1, സത്യസന്ധത, ദയ, സ്നേഹം, ക്ഷമ, വിനയം, നന്ദി തുടങ്ങിയ ഗുണങ്ങളൊക്കെ ഇതിൽപ്പെടുന്നു. ഈ ഗുണങ്ങൾ ഒരാൾ സ്വന്തം ജീവിതത്തിൽ പാലിക്കുമ്പോൾ അത് അയാളുടെ വ്യക്തിത്വത്തെ കൂടുതൽ പണിയപ്പെടുവാൻ അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുവാൻ അവന് സാധിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു തെറ്റ് പറ്റിയാൽ അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു സന്മനസ്സ്, ദൈവത്തോടും മനുഷ്യനോടും ചെന്ന് കർത്താവേ എനിക്ക് തെറ്റുപറ്റി, സഹോദര എനിക്ക് തെറ്റുപറ്റി എന്ന് പൂർണ്ണമായി അവനോട് വിനയത്തോടെ സമ്മതിക്കുവാനുള്ളതായ ഒരു സന്മനസ് അവനുണ്ടാകും. ഇതിനെ നന്മയെന്നാണ് പറയുന്നത്. മനുഷ്യരെ സ്നേഹിക്കുവാനുള്ളതായ ഒരു വിശാല ഹൃദയം അവനുണ്ടാകും. അതിന് നന്മയെന്ന് പറയുന്നു. ക്ഷമിക്കുവാനുള്ള ഒരു അവസരം അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുമ്പോഴൊക്കെയും ക്ഷമിക്കുവാനുള്ളതായ ഒരു ഹൃദയം, വിശാല ഹൃദയം, തുറന്ന ഹൃദയം അവന് കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭയോട് പറയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചിരുന്നാലും ശരി, എന്നിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമായി പോകും. നന്മയും സ്നേഹവും എന്നിൽ കടന്നു വരുമ്പോൾ അത് സകലതും പൊറുക്കുവാനും ക്ഷമിക്കുവാനും വഹിക്കുവാനും സഹിക്കുവാനും ഒക്കെയുള്ളതായ ഒരു കൃപ എന്നിൽ ദൈവം പകരുന്നതിനിടയായിത്തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം നന്മയുള്ളവരാണെന്ന് ലോകം സമ്മതിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോടുള്ളതായ ഒരു ബന്ധം ദൃഢമായി തീരുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ കർത്താവിനെക്കുറിച്ച് തിമോത്തിയോസിനെ പൗലോസ് പരിചയപ്പെടുത്തുന്നത്, അവൻ അല്ലെങ്കിൽ ക്രിസ്തു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. അപ്പോൾ ആര് സമ്മതിക്കുക? ഈ ലോകം സമ്മതിക്കണമെന്ന് പോലും, ഈ ലോകത്തിൽ താൻ വിശ്വസിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ദൂതന്മാർ സാക്ഷീകരിച്ചു. ഇതൊക്കെ ഒരു വിശ്വാസികളാകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൽ
നാം ദൈവഭക്തിയുള്ള ഭക്തന്മാർക്ക് അത് സ്വായത്തമാക്കേണ്ടതായ വലിയൊരു ഗുണമാണ്. നമ്മെക്കുറിച്ച് ലോകം സാക്ഷ്യപ്പെടുത്തണം. സമ്മതമാവണ്ണം വലിയതാകുന്നു. ദൈവഭക്തിക്ക് എപ്പോഴും ഒരു സമ്മതം ആവശ്യമാണ്. നമ്മുടെ ഭക്തി അപ്പോൾ ഒരു പക്ഷെങ്കിൽ നാം മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറഞ്ഞേക്കും, എനിക്ക് മനുഷ്യരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എനിക്ക് വേണ്ട, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാം, എനിക്ക് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയാം എന്ന് നമ്മൾ പലപ്പോഴും ഒരു ഒഴിവ് കഴിവുകളൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അങ്ങനെയല്ല. മനുഷ്യർ, ഈ ലോകം നമുക്കൊരു സമ്മതം തരണം. എങ്കിൽ മാത്രമേ ആ സമ്മതത്തിൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ 1 തെസ്സലോനിയ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. നോക്കൂ, 3 വിധത്തിലുള്ളതായ ശബ്ദ തരംഗത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ആ തെസ്സലോനിയ സഭയോട് പറയുകയാണ്. ഈ ലോകത്തിൽ 3 ശബ്ദമാണ് മനുഷ്യനെ മറുരൂപരാക്കുവാൻ അതിനെ ഇടയാക്കുന്നത്. അവനൊരു മറുരൂപമായ ശരീരം കൊടുക്കുന്നത് 3 ശബ്ദങ്ങളുടെ സങ്കലനമാണ്. കർത്താവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, കർത്താവിൻ്റെ ബഹുത്തായ അല്ലെങ്കിൽ വലിയ ഗംഭീരമായ ധ്വനികളുടെ ശബ്ദം, ദൂതന്മാരുടെ ശബ്ദം. അതെങ്ങനെയാണ് ദൂതന്മാരുടെ ശബ്ദം നമുക്ക് രൂപാന്തരം തരുന്നത്? നോക്കൂ, തിമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ താൻ പറയുകയാണ്, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ ആ ദൂതന്മാർ തന്നെക്കുറിച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തതായ വചനത്തിന് ദൂതന്മാരാണ് സാക്ഷി. ആ ദൂതന്മാരാണ് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നത്. അവൻ തീർച്ചയായിട്ടും ദൈവപുത്രൻ എന്നുള്ളതായ ആ ഒരു നാമത്തിന് അവകാശിയായെന്ന് ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരനുഭവമുണ്ട്. ഈ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതായ ഒരനുഭവമുണ്ട്. ഈ 3 ശബ്ദങ്ങളുടെ സങ്കരങ്ങൾ ഒരു മനുഷ്യനെ മാനുഷികമായിട്ടുള്ളതായ ശരീരഘടനയിൽ നിന്ന് ആത്മീക ശരീരത്തിലേക്ക് രൂപാന്തരപ്പെടുവാനുള്ളതായ ഒരു ട്രാൻസ്മിഷൻ പോയിന്റിലേക്ക് ശബ്ദങ്ങളാണ് നമ്മെ സഹായിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെയും മനുഷ്യനിൽ കടന്നു വരുന്നതായ നന്മകളുടെ വശത്തെക്കുറിച്ച് നന്നായി തിരുവചനത്തെ അടിസ്ഥാനമാക്കി പഠിപ്പിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഈ പകൽക്കാലം ശലോമോൻ നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനേക ചോദ്യചിഹ്നങ്ങൾ ദൈവത്തോടുള്ളതായ ഭക്തിക്ക് അനുസരണമായി നടക്കാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും അസൂയപ്പെട്ട് വ്യാകുലപ്പെട്ട് ചോദിച്ചേക്കാം, എനിക്കെന്ത് നന്മയുണ്ടായി? ഞാൻ തിന്മയിലല്ലയോ? പലപ്പോഴും എനിക്ക് ദുഃഖങ്ങളല്ലേ പ്രയാസങ്ങളല്ലേ ഉണ്ടായതെന്ന്. ഒരിക്കൽ യാക്കോബ് മിസ്രയീമിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഫറവോൻ രാജാവ് യാക്കോബിനോട് ചോദിച്ചു, അപ്പച്ചന് എത്ര വയസ്സായി? യാക്കോബ് കൊടുത്തതായ മറുപടി, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലാകാലം 130 സംവത്സരം. അത് വളരെ പ്രയാസവും ദുഃഖവും സങ്കടവും പരിതാപവും എത്ര വേദനയും അങ്ങ് കണ്ണുനീരും വളരെ വളരെ കഠിനമായ ദിവസങ്ങളായിരുന്നു എന്ന് യാക്കോബ് ആ ഫറവോനോട് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യാക്കോബ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായിരുന്നിട്ടും ദൈവമുള്ളവനായിരുന്നിട്ടും അവൻ്റെ കാലങ്ങളിലൊക്കെയും ദുഃഖത്തെ ഓരോന്നായി എണ്ണി താൻ പറയുകയാണ്. എങ്കിലും ഒരു ദിവസം നമുക്ക് നന്മ വരും എന്ന് ശലോമോൻ കാണുന്നു. പാപി 100 പ്രാവശ്യം പാപം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ ഒരുപാട് നന്മകൾ അവൻ്റെ ഭവനത്തിലുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു നിരാശയുണ്ടാവും. എന്നാൽ നിരാശപ്പെടുന്ന ഹൃദയങ്ങളോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ ഭൗമികമായ നന്മകളെയും ഉയർച്ചകളെയും മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് നീ നിരാശപ്പെടരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തനാണോ എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകും. ഒരു ആത്മീകമായ നന്മ, ഭൗമികമായ നന്മ മാത്രമല്ല, ഒരാത്മീകമായ നന്മ നമ്മിൽ വെളിപ്പെടും. ഈ ലോകം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും, ദൂതന്മാർ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും. ഈ ലോകത്തിൽ നമുക്ക് വെളിപ്പെടുവാനുള്ളതായ അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടുവരും. നന്മ ചെയ്യുവാൻ, നന്മ പ്രവർത്തിക്കുവാൻ, നന്മയെ ഉൾക്കൊള്ളുവാൻ, നന്മ സംസാരിക്കുവാൻ, നന്മ കാണിക്കുവാനൊക്കെ ഉള്ളതായ അവസരങ്ങൾ നീതിമാനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യരുടെ മുൻപിൽ ദൈവം അവന് നന്മ ചെയ്യുവാനുള്ളതായ ഒരുപാട് അവസരങ്ങൾ അവൻ്റെ മുൻപിൽ കാണിച്ചു കൊടുക്കും. എന്നാൽ ദൈവം നമ്മെ കാണിക്കുന്ന അവസരങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടഘട്ടത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു സമാധാനമായിട്ടുള്ള ഒരു അവസാനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ,
പാപിയുടെ ജീവിതത്തിലേക്ക് നോക്കൂ. അവൻ്റെ ജീവിത അവസാനത്തിൽ ദുഃഖവും പ്രയാസവും പരിതാപവും അനേക സങ്കടങ്ങൾ അവനെ തേടി വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത അവസാനം ഉറക്കം പോലെ സമാധാനമുള്ളത്, ഐശ്വര്യമുള്ളത്, പ്രത്യാശയുള്ളത്. അവൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ണുനീരും ദുഃഖങ്ങളിൽ കൂടെ കടന്നുപോയിരുന്നെങ്കിലും അവൻ്റെ അവസാനത്തെങ്കിൽ ഒരു വലിയ പ്രകാശത്തെ അവനെ എതിരേൽക്കുവാൻ ദൂതന്മാർ കടന്നു വരുന്നൊരു കാഴ്ച. ദൈവത്തിന് സ്തോത്രം. അതാണ് ജീവിതത്തിലെ പ്രത്യാശ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ, ഈ ഭൗമിക ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കണ്ണുനീരും വേദനയും രോഗവും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്യുവാൻ നമുക്കൊരു അഭ്യസനം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നന്മ നിറഞ്ഞൊരു ജീവിതം നാം കാഴ്ചവെക്കുമ്പോൾ അതിനങ്ങേപ്പുറത്ത് ദൈവം നമുക്ക് തരുന്ന ആത്മീകമായ നന്മകളെ പ്രാപിക്കുവാൻ അത് നമ്മെ അവകാശിയാക്കും. നാമും നമ്മുടെ തലമുറകളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകളെക്കുറിച്ചുള്ളതായ ഒരു നിശ്ചയമുള്ളവരായിരിക്കണം. ശലോമോൻ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന് ഒരു നന്മ വരും നിശ്ചയം എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആ നിശ്ചയമുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സംശയമുള്ളവരായിട്ടല്ല, സംശയിക്കുന്നവരായിട്ടല്ല, ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതായ സംശയമല്ല. തീർച്ചയായിട്ടും ഞാൻ ദൈവത്തെ അനുകരിച്ച് ദൈവത്തെ ഞാൻ ഭയപ്പെട്ടതിനാൽ, ആരാധിച്ചതിനാൽ എനിക്കും എൻ്റെ തലമുറയ്ക്കും നന്മയുണ്ടാകും, ഐശ്വര്യമുണ്ടാകുമെന്ന് നാം വിശ്വസിക്കുമ്പോൾ അത് നമ്മെ തേടി വന്ന് നമുക്ക് വേണ്ട ഗുണദോഷങ്ങൾ നൽകി തരും. ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുവാൻ പോകുന്നതായ ഐശ്വര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട്, ഒരു ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരും. ഈ വലിയ പ്രത്യാശയാൽ ഈ പ്രഭാതം നമ്മെ നിറയ്ക്കുമാറാകട്ടെ. ആരോഗ്യമുള്ളവരാകട്ടെ, സൗഖ്യമുള്ളവരാകട്ടെ, പ്രത്യാശയുള്ളവരാകട്ടെ. ഗോഡ് ബ്ലെസ്.